ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ് വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതിപ്പം ഒരു മീഡിയം സൈസുള്ള 2 ഉള്ളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളക്, ഇത് മൂന്നും കൂടി ഒന്ന് അടിച്ചെടുത്തതാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകിലും എരിവൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടി സ്പൈസി ആയിട്ട് കഴിക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു വെജിറ്റബിൾ സമൂസ കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ അതെല്ലാം അവരവരെ എരിവൊക്കെ നോക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ഒരു 1/2 സ്പൂൺ പെപ്പർ പൗഡറും അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജീസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ 2 ചെറിയൊരു ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ഒരു വലിയൊരു ക്യാരറ്റ്, അതുപോലെ ഒരു 1/2 കപ്പ് ഗ്രീൻ പീസും അതുപോലെ ഒരു 1/2 കപ്പ് ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വേവിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഒരു ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നല്ലോണം ഉടഞ്ഞു പോകണ്ട, ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കടിക്കാനുള്ള പാകത്തിന് തന്നെ കിട്ടണം. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഈ ഒരു വെജീസ് എല്ലാം വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ മസാലയിലും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നോക്കി നോക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതുപോലെ തന്നെ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ അതെല്ലാം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റെല്ലാം വെക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ഈ ഒരു വെജീസിനൊക്കെ ഈ ഒരു മസാലയൊക്കെ പിടിച്ച് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ സമൂസേൻ്റെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സമൂസ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു സമൂസ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചതാണെങ്കിൽ കുറച്ച് മുന്നേ തന്നെ പുറത്തെടുത്ത് വെക്കുക. ഇതിൻ്റെ തണുപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഓരോ ഷീറ്റായിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പം കുറച്ച് മൈദയും ഉപ്പും കൂടെ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സാക്കി എടുത്തതാണ്. ഈ ഒരു സമൂസൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോരോ ഷീറ്റാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഈ ഒരു കോൺ ഷേപ്പിൽ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിലാക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മസാല വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഒരുപാട് കുത്തി നിറച്ച് കൊടുക്കണ്ട കേട്ടോ. ഇത് പൊട്ടിപ്പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് നല്ലൊരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാനും കഴിയില്ല മസാല ഓവറായി കഴിഞ്ഞാൽ. ഒരു 2 സ്പൂണെല്ലാം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഈ ഒരു മസാല വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം ഇതൊരു കോൺ ടൈപ്പിൽ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമില്ല, അത് ഈ ഒരു മൈദ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ സമൂസയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നാൽ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമൂസൻ്റെ ഫില്ലിംഗ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് സൂക്ഷിക്കാൻ നല്ലതാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനും കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടെല്ലാം വെക്കുന്നതാണെങ്കിൽ നമ്മളൊരു പാനിൽ വെച്ചിട്ട് ഇതൊന്ന് വാട്ടിയിട്ട് വെക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുകയോ പൊട്ടിപ്പോവോ ഒന്നും ചെയ്യൂല. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിലെല്ലാം സൂക്ഷിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ സമൂസ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്ക്, എന്തായാലും ഇഷ്ടം, അടിപൊളിയാണ്. അപ്പോൾ എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.